എന്നാൽ പിന്നെ പ്രീമിയം സെഡാനെ വേണ്ടെന്ന് വെക്കാം. ഇനി കുറച്ചുകാലം SUV ലോകത്ത് നിലയുറപ്പിക്കാനാണ് ടാറ്റയുടെ തീരുമാനം. പുതിയ പ്രീമിയം ഇടത്തരം സെഡാനെ ആവിഷ്കരിക്കാനുള്ള പദ്ധതി ടാറ്റ പൂട്ടിക്കെട്ടി. നെക്സോൺ, ഹാരിയർ, X7X മോഡലുകൾക്ക് ശേഷം പുതിയ പ്രീമിയം SUV ബ്ലാക്ക് ബോർഡിനെ അണിയറയിൽ ഒരുക്കുന്നതിന്റെ തിരക്കിലേക്ക് ഇന്ത്യൻ നിർമ്മാതാക്കൾ മുഴുകിയിരിക്കുകയാണ്. ആൾട്രോസ് പുറത്തിറക്കുന്ന ആൽഫ അടിത്തറയായിരിക്കും ബ്ലാക്ക് ബോർഡ് പങ്കിടുക. നേരത്തെ ഹോണ്ട സിറ്റിയും മാരുതി സിയാസും വാഴുന്ന C സെഗ്മെന്റ് സെഡാൻ നിരയിൽ പുത്തൻ മോഡലിനെ അവതരിപ്പിക്കാൻ കമ്പനി ആലോചിച്ചിരുന്നു. പക്ഷേ തീരുമാനം പെടുന്നതിനെ മാറി. ഇന്ത്യയിൽ SUV വാങ്ങുന്നവരുടെ എണ്ണം നാൾക്കുനാൾ ഉയരുകയാണ്. ഈ അവസരത്തിൽ നെക്സോണിനും ഹാരിയറിനുമിടയിലെ വിടവ് നികത്താൻ ബ്ലാക്ക് ബോർഡിന് കഴിയും. നിലവിൽ ഏറ്റവും ഉയർന്ന നെക്സോൺ മോഡലിന് 10.8 ലക്ഷം രൂപയാണ് വില. പ്രാരംഭ ഹാരിയർ വകഭേദം അണിനിരക്കുന്നത് 12.69 ലക്ഷം രൂപയ്ക്കും. പുതിയ ബ്ലാക്ക് ബോർഡ് SUV ഇവർക്കിടയിലാണ് കടന്നുവരിക. ഹ്യുണ്ടായി ക്രേറ്റയ്ക്ക് നേരിട്ട് ഭീഷണി മുഴക്കാൻ കൂടി ബ്ലാക്ക് ബോർഡിന് കഴിയും. ശ്രേണിയിൽ ഹ്യുണ്ടായി ക്രേറ്റ അജേയനായി നിലകൊള്ളാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചായി. പലരും വന്നുപോയി. പക്ഷെ ക്രേറ്റയുടെ പ്രചാരം രാജ്യത്ത് തെല്ലൊന്നുപോലും ഇടിഞ്ഞില്ല. ഇപ്പോൾ ടാറ്റ നോട്ടമിടുന്നതും ക്രേറ്റയുടെ വിപണി തന്നെ. നെക്സോണിനേക്കാളും വലിപ്പം വേണം, ഹാരിയറിനോളം വിലയും പാടില്ല. ഇത്തരക്കാരെ ബ്ലാക്ക് ബോർഡ് SUV പൂർണ്ണമായി തൃപ്തിപ്പെടുത്തും. 9 ലക്ഷത്തിനും 14 ലക്ഷത്തിനുമിടയിൽ ബ്ലാക്ക് ബോർഡിന്റെ വില പിടിച്ചു നിർത്താനാകും ടാറ്റ ശ്രമിക്കുക. കമ്പനിയുടെ പുതിയ ഇമ്പാക്ട് 2 ഡിസൈൻ ഭാഷ്യം ബ്ലാക്ക് ബോർഡിലും പ്രതീക്ഷിക്കാം. നേരത്തെ ലാൻഡ് റോവർ D8 ആർക്കിടെക്ചറിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒമേഗ ARC അടിത്തറയായിരുന്നു ബ്ലാക്ക് ബോർഡിന് ടാറ്റ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ചിലവ് പരിമിതികൾ മുന്നിൽ കണ്ട് ആൽഫ ആർക്കിടെക്ചറിലേക്ക് ബ്ലാക്ക് ബോർഡ് കൂടണഞ്ഞു. ഭാരക്കുറവാണ് ആൽഫ ആർക്കിടെക്ചറിന്റെ പ്രധാന സവിശേഷത. ഒരേ അടിത്തറയിൽ നിന്നും വിവിധ സ്വഭാവവിശേഷമുള്ള വീൽ ബേസ്, നീളം, വീതി, സസ്പെൻഷൻ സംവിധാനം മുതലായവ കാറുകൾ ആവിഷ്കരിക്കാൻ ആൽഫ പ്ലാറ്റ്ഫോം ടാറ്റയെ സഹായിക്കും. ആൾട്രോസ് ഹാച്ച്ബാക്കാണ് ആൽഫ അടിത്തറയിൽ നിന്നും പുറത്തിറങ്ങാനിരിക്കുന്ന ആദ്യ ടാറ്റ കാർ. നെക്സോണിൽ തുടിക്കുന്ന 1.2 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ യൂണിറ്റുകൾ തന്നെയായിരിക്കും ബ്ലാക്ക് ബോർഡിനും. എന്നാൽ ഉയർന്ന കരുത്തുൽപാദനം കുറിക്കാൻ വേണ്ടി എഞ്ചിൻ യൂണിറ്റുകൾ കമ്പനി പരിഷ്കരിച്ചേക്കും. നിലവിൽ ഇരു എഞ്ചിൻ യൂണിറ്റുകൾക്കും 110 bhp കരുത്ത് പരമാവധിയുണ്ട്. എന്തായാലും 2021 ടാറ്റ ബ്ലാക്ക് ബോർഡിനെ വിപണിയിൽ പ്രതീക്ഷിക്കാം.